ഹായ് ഗായ്സ്, അപ്പം നമുക്ക് ഇന്നൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡയറി ഉണ്ടാക്കി എടുക്കാം. സോ ഗൈസ്, അതിന് വേണ്ട നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തു. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് എത്ര പേജസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് A4 ആണെങ്കിൽ A4 എടുക്കാം, നിങ്ങളുടെ സൈസ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ ബുക്ക് എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. സോ ഗൈസ്, ഒന്നാമത്തെ ഈ ഒരു ത്രെഡ്, ഇതൊരു റബ്ബർ ത്രെഡാണ്, ഇങ്ങനെ വലിയ ത്രെഡാണ്. ആ ത്രെഡിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ ജസ്റ്റ് ഗൈസ് ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ അവക്കുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ടും പിന്നെ നമ്മുടെ സാധാ സ്റ്റിക്കർ നോർമലി യൂസ് ചെയ്യുന്ന തിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മുടെ വൈറ്റ് പേപ്പർ എടുത്ത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിനി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത്ര ആക്കി. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് പേജസ് തൽക്കാലം മതി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ ആക്കി. നെക്സ്റ്റ് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഗായ്സ്, അത് ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആക്കി എൻ്റെ സൈഡിൽ വേണം ഇത് കട്ട് ചെയ്ത് കൊടുത്തു. അയ്യോ ഓക്കെ, അങ്ങനെ ഗായ്സ് നമ്മൾ വെട്ടി ഇതിനെ പല പല പീസസ് ആക്കി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അധികം വെയിറ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ, നമ്മുടെ ടേപ്പ് തന്നെ ഈ കാര്യങ്ങൾ നോക്കും. അപ്പോൾ നമ്മുടെ എല്ലാ കാർഡും ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യണം. ദെൻ നല്ലപോലെ ഇതിനൊന്നൊരു ലെവലാക്കിയതിന് ശേഷം എൻ്റെ കറക്റ്റ് ഒന്ന് ഇതായില്ലേ, എനിക്കിതിനെ ഇനി ഈ ടേപ്പ് കൊണ്ട് ഒരു എഡ്ജ് മാത്രം ഇതാക്കാം. പിന്നെയാണ് ഗായ്സ് ഞാനൊരു കാര്യം ഓർത്തത്, ഇതിനെ നമുക്ക് ചെയ്യണമെങ്കിൽ ടേപ്പ് ഒട്ടിച്ചിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് ഇളകി വരും. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വൈറ്റ് ഗ്ലൂ ഇതിൻ്റെ സൈഡിലായിട്ട് ഇച്ചിരി തേച്ച് കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ക്ലിപ്പ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയല്ല ഗൈസ്, ഇത് വെയിറ്റ് ചെയ്യണം കുറച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ കവർ എന്നായി ഉണ്ടാക്കാം. ആ സമയം കൊണ്ട് അത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ കവർ ഉണ്ടാക്കാം. അതിനായിട്ട് ഗൈസ് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തു. ഞാൻ ഒന്ന് ജസ്റ്റ് സാധനം ഒന്നിങ്ങനെ വെച്ച് നോക്കി. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് നല്ല മെഷർമെൻറ്റ് നോക്കുമ്പോൾ ഓക്കെ ആണ്. യെസ് ഗൈസ്, അപ്പോൾ ഇതിൻ്റെ കവറും ഇതിൻ്റെ ഒരു സൈസ് വെച്ചിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ലെങ്ത്തൊക്കെ എടുക്കാൻ. ഇത് ഉണങ്ങട്ടെ ഗൈസ്, ഇതോട്ടിരിക്കട്ടെ. വേണം നമുക്ക് നമ്മുടെ കവർ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൈ മെലഡി ബുക്ക് ലോക്ക് ബുക്കാണ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് അവിടെ പിങ്ക് ഹൈലൈറ്ററാട്ടോ ഉപയോഗിക്കണത്. നമുക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുത്തോ. അതുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്യാരക്ടറോ അല്ലെങ്കിൽ ക്യാരക്ടർ വേണമെങ്കിൽ കവായി ആക്കാം, ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് മൈ മെലഡീനെയാണ് ഇഷ്ടം. കണ്ടോ ഗൈസ്, മൈ മെലഡി. അപ്പോൾ എൻ്റെ ഓർഗനൈസേഴ്സ് എല്ലാം മൈ മെലഡി തീംഡാണ്. എനിക്ക് മൈ മെലഡിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ബുക്ക് മൈ മെലഡി തീമാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫൈനലി എനിക്കിഷ്ടമുള്ള ഒരു പാറ്റേൺ ചെയ്തു. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ആഫ്റ്റർ ഫോൾഡിങ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇവൻ റെഡിയായി കാണും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കാണണം.
പിന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഗൈസ് ഇതിൻ്റെ സൈഡ് റെഡി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉണങ്ങിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് കുറച്ച് നേരം നമ്മളത് പിടിച്ചു വെച്ചു. അതിനുശേഷം നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇതിൻ്റെ സൈഡും അതാ ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എക്സ്ട്രാ വരുന്നത് ജസ്റ്റ് കട്ട് ചെയ്തു. നമ്മളതിനെ അങ്ങനെ സീൽ ചെയ്തു. വിശ്വസിക്കുന്നു ഓക്കെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ. ഒട്ടിയിട്ടുണ്ട് ഗൈസ്, കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ഞാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഇതൊട്ടുന്നില്ല കേട്ടോ ഗൈസ്. കുഴപ്പമില്ല. ഇനി നമ്മൾ നമ്മുടെ ഡയറിയിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു അപ്സൈഡ് പോർഷനിലും പിന്നെ അതിൻ്റെ ബാക്കിലും ആയിട്ട് ഗ്ലൂ തേക്കണം. തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്തു. ഇനി നമ്മളത് ഓപ്പൺ ചെയ്താലും റെസ്റ്റ് കുറച്ചുകൂടെ ഉണ്ടാകും. അത് നമ്മൾ സാധാരണ ബുക്ക് പൊതിയണ പോലെ അങ്ങോട്ട് പൊതിയാനായിട്ടോ എൻ്റെ പ്ലാൻ. കാരണം വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് കട്ട് ചെയ്ത് കളയണതിനെക്കാട്ടും ബെറ്ററാണിത്. എത്ര പേപ്പർ കളയുന്നതിനാണ് ബേസ്. ഓക്കെ, അപ്പോൾ അതിനിങ്ങനെ സ്ക്വയർ മാതിരി ഇങ്ങനെ സ്ക്വയർ ആക്കി കൊടുത്തു. ഇനി ഇത്തിരി ഗ്ലൂ ചെയ്തിട്ട് സൈഡിൽ ഇച്ചിരി ഗ്ലൂ ചെയ്ത് ആ ഒരു പോർഷൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. ഗൈസ്, വൺ സൈഡ് റെഡി. നെക്സ്റ്റ് സൈഡും ഈ സെയിം തന്നെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു സംഭവമൊക്കെ ഒട്ടിക്കണ്ടേ ഗൈസ്. ഇതിൻ്റെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലോക്ക് ഓപ്പൺ ആയി നമ്മുടെ ത്രെഡ് ഊരിപ്പോകും. പക്ഷേ ഇനി നമ്മൾ ആ ബട്ടൺ നോക്കിക്കോണേ ഗൈസ്, കാണിച്ചു തരാം. നമ്മൾ ഈ രണ്ട് ഹോളിൽ കൂടെ ത്രെഡ് ഇൻസേർട്ട് ചെയ്തു, ക്ലോസ്. ഓക്കെ, ഇനി നമുക്ക് വലിച്ചാലൊന്നും ഇത് ഊരി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് ഊരി വരത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മുടെ ഡയറിമ ഇവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നു ഗൈസ്. സോ ഗൈസ്, എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ട്, പക്ഷെ അതിൻ്റെ സ്റ്റിക്ക് തീർന്നു പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ഗ്ലൂ കൊണ്ടാണ് ഇത് ചെയ്യണത് ഗൈസ്. ഇത് ഒട്ടുകണില്ല, കാരണം ഒരു സ്റ്റീൽ മെറ്റീരിയൽ ആയതുകൊണ്ട് സാധാ വൈറ്റ് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഒട്ടണില്ല. കുറച്ച് നേരം നമുക്ക് അമുക്കി പിടിക്കാം, അപ്പോൾ ചിലപ്പോൾ ഒട്ടും. കുഴപ്പമില്ല ഗൈസ്, നമ്മളെങ്ങനെയെങ്കിലും ഒട്ടിച്ചൊക്കെ എടുത്തു. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ബാക്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു റിങ് വന്നേക്കണത് ഇവിടെ ഇങ്ങനെ നമുക്ക് സ്റ്റിക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ അത് സ്റ്റിക്ക് ചെയ്യണത് സാധാ ടേപ്പ് കൊണ്ടാണ്. അതിന് നമ്മൾ ഗ്ലൂ ഗണ്ണൊന്നും ഉപയോഗിക്കണില്ല, സാധാരണ പോലെയാണ് സ്റ്റിക്ക് ചെയ്തത്. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സിലേക്ക് പോകാം. ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ സ്റ്റിക്കർ. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. എന്താ, മൈ മെലഡിയുടെ വാട്ടർ സ്റ്റിക്കറാണ്. കണ്ടോ ഗൈസ്, ഇതിനകത്ത് ഇങ്ങനെ വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ ചൂസ് ചെയ്യണത് ഇത് യൂസ് ചെയ്യാം. ഗൈസ്, ഇങ്ങനെ ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇവിടെയായിട്ട് സ്റ്റിക്ക് ചെയ്യാം.
സോ ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതാണ് നമ്മുടെ മൈ മെലഡി ലോക്ക് ഡയറി ബുക്ക്. അപ്പോൾ നമുക്കിതേപോലെ ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇവിടെ നോട്ട്ബുക്ക് ഇൻസൈഡ്. സോ ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ഒരു കാര്യം മറക്കല്ലേ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.